ഹലോ മച്ചന്മാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഒരു വടക്കൻ വീരഗാഥ ഇറങ്ങി 36 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 4Kയിലെത്തുമ്പോൾ ചരിത്ര വിജയം കുറിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് പോവുകയാണ്. 8ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് മാത്രം 80 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടുകയും വേൾഡ് വൈഡ് ആയിട്ട് 1,20,00,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയും ഈ ഒരു സിനിമ ചെയ്തു. 36 വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ഈ ഒരു സിനിമ ഒരു അത്ഭുത ചിത്രം തന്നെയാണ്. ഇന്നും ഫ്രഷ്നസ്സോടെ ആളുകൾ സ്വീകരിക്കുന്ന ഈ ഒരു സിനിമ ആ ഒരു കാലത്തെ കാര്യത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അത് ഏറ്റവും കൗതുകപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അന്നത്തെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. അതിൻ്റെ മുതൽ മുടക്ക് 1 കോടിയോളമായിരുന്നു. അന്ന് സിനിമ ഒരു വർഷത്തോളം ഓടി നേടിയത് 6,80,00,000 രൂപയ്ക്ക് മുകളിലായിരുന്നു. അതായത് 7 ഇരട്ടിയാണ് സിനിമയുടെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് വന്നത്. വീണ്ടും ഇറങ്ങുമ്പോൾ സിനിമയ്ക്ക് അതേ രീതിയിൽ തന്നെയുള്ള പ്രതികരണവും നിൽക്കുന്നു. നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ക്ലാസും മാസും എല്ലാം തുലനം ചെയ്യുന്ന ഒരു ചിത്രമായി മാറി ഒരു വടക്കൻ വീരഗാഥ. അവിടെയാണ് ബാഹുബലിയുമായി ഈ സിനിമയെ കമ്പയർ ചെയ്യുന്നത്. ബാഹുബലിയുടെ മുടക്കം മുതലും അതിൻ്റെ പ്രോഫിറ്റും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഏറെ മുകളിലാണ് ഈ ഒരു സിനിമയുടെ പ്രോഫിറ്റ്. ബാഹുബലി ഇക്കാലത്തെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വന്ന ഒരു സിനിമയായിരുന്നു. ഏകദേശം 300 കോടി 400 കോടി റേഞ്ചിൽ വന്ന ആ ഒരു സിനിമ 1000 കോടിയോളമാണ് നേടിയത്. അതേ രീതിയിൽ തന്നെയാണ് അന്നത്തെ കാശിൻ്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ 1 കോടി മുതൽ മുടക്കിൽ വന്ന സിനിമ 7 കോടിക്ക് അടുത്ത് നേടിയ പോലെ തന്നെ, അല്ലെങ്കിൽ ബാഹുബലി നേടിയത് ഒരു പക്ഷേ അതിൻ്റെ മുതൽ മുടക്കിൻ്റെ 4 ഇരട്ടിയാണെങ്കിൽ ഈ സിനിമ 7 ഇരട്ടിക്ക് അടുത്താണ്. അങ്ങനെ നോക്കുമ്പോൾ ബാഹുബലിയേക്കാൾ വലിയ വിജയമാണ് ഈ സിനിമ നേടിയിരിക്കുന്നത്. ഒരുപാട് ഗ്രാഫിക്സും കാര്യങ്ങളുമൊക്കെ യൂസ് ചെയ്ത ബാഹുബലി എവിടെ നിൽക്കുന്നു? ഗ്രാഫിക്സോ ടെക്നിക്കാലിറ്റിയോ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഈ സിനിമ എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ കയറുന്നത്? അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും മികച്ച രീതി. ഇന്ന് വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുമുള്ള ആളുകൾ റിലീസിന് ശേഷം ഈ സിനിമയെ വാഴ്ത്തുന്നതും അതുതന്നെയാണ്. ഇങ്ങനെ ഒരു കാര്യം കണ്ടിരുന്നെങ്കിൽ നമുക്കറിയാം, ബാഹുബലിയുടെ നിർമ്മാതാവും ഡയറക്ടറും എല്ലാം കൗതുകപരമായിട്ട് നോക്കിയിരുന്നേനെ. ഇത്രത്തോളം മികച്ച ഒരു നടനെയും സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും ക്യാമറാമാനെയും ഒന്നും അവർ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അത് തന്നെയാണ് നമുക്ക് കാണാനും കഴിയുന്നത്. ബാഹുബലിയുടെ അണിയറക്കാർ ഇത് കണ്ട് അത്ഭുതപ്പെടുക തന്നെയാണ്. ഒരുപക്ഷെ അവരിതൊക്കെ റെഫറൻസ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ ചർച്ച ചെയ്യുന്നു ഈ ഒരു സിനിമ 36 വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു ടീം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അണിനിരക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ മഹാ അത്ഭുതങ്ങളിലൊന്നായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഇതുവരെ എല്ലാവരും ചോദിക്കുന്നുണ്ട് മലയാളത്തിന് ഒരു 1000 കോടി ഉണ്ടോ എന്നുള്ളത്. ഈ സിനിമ ഇന്നായിരുന്നെങ്കിൽ തീർച്ചയായും മലയാളത്തിൻ്റെ 1000 കോടി ക്ലബിൽ കയറുന്ന സിനിമയായേനേയും ഇത് എന്നുള്ളതാണ്. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ബ്രോസ്.